Hi friends, I'm Mimsha. Welcome back to my channel Homebook. ഇന്ന് നമുക്കൊരു ടെറേറിയം ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ കിട്ടുന്ന പായലും കല്ലുകളും ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു കുഞ്ഞു ഗ്ലാസ് ബൗളിനുള്ളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. പെബിൾസ്, ചാർക്കോൾ, സോയിൽ, മോസ്, ഇത്രയും സാധനങ്ങളാണ് ഇത് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലുള്ളൊരു ഗ്ലാസ് ബൗളാണ് ഞാനിത് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ബൗൾ ഇങ്ങനെ ചെരിച്ച് വെക്കാനും പറ്റും. അക്വേറിയം ഷോപ്പുകളിൽ നിന്ന് ഏത് വലിപ്പത്തിലും ഷേപ്പിലുമുള്ള ബൗളുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ചാർക്കോളാണ് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചാർക്കോളിന് പകരം പെബിൾസ് ഇട്ട് കൊടുത്താലും മതി. കൊക്കോപിറ്റും ചാണകപ്പൊടിയും കൂടെ തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്തതാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. ചകിരിച്ചോറിന് ഈർപ്പം നിലനിർത്താനുള്ള കഴിവുണ്ട്. മോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെറേറിയം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മോസിന് എപ്പോഴും മോയ്സ്ചറായിട്ടുള്ള ഒരു സോയിലാണ് ആവശ്യമായിട്ടുള്ളത്. ടെറേറിയം ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ഇതുപോലെ കൊക്കോപിറ്റും ചാണകപ്പൊടിയും കൂടിയിട്ടുള്ള മിക്സിംഗ് ആണ് നല്ലത്. ഇനി നമുക്ക് ചെടികൾ വെച്ച് തുടങ്ങാം. ഇത് പന്നൽ ചെടിയാണ്. ഇത് മോസിൻ്റെ ഒക്കെ കൂടെ തന്നെ പറ്റിപ്പിടിച്ച് വളരുന്ന ടൈപ്പ് ചെടിയാണ്. മോസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. നനവ് നിലനിൽക്കുന്നിടങ്ങളിൽ പഴയ മതിലിലും ഒക്കെ ആയിട്ട് മോസ് പറ്റിപ്പിടിച്ച് വളരുന്നത് കാണാം. അതൊരു ചട്ടുകമോ കത്തിയോ വെച്ച് കളക്ട് ചെയ്താൽ മതി. മോസ് ഇതുപോലെ എടുത്ത് ഇതിന് മുകളിലേക്ക് മെല്ലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഒന്ന് രണ്ട് കല്ലുകൾ കൂടി വെക്കുന്നുണ്ട്. അങ്ങനെ ടെറേറിയം റെഡിയായി കഴിഞ്ഞു. കണ്ടല്ലോ, വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഇതിപ്പോൾ ചെയ്തത്. നല്ല ഭംഗിയുള്ള ഹോം ഡെക്കറാണ് നമുക്കിപ്പോൾ കിട്ടിയത്. സൺലൈറ്റ് നേരിട്ടടിക്കാത്ത ഭാഗങ്ങളിൽ വെക്കണം. ജനലിനടുത്തോ മറ്റോ വെച്ചാൽ മതി. ചെറുതായിട്ട് ഒരു സൺലൈറ്റ് വേണം, എന്നൊരു ഷെയ്ഡായിട്ട് മതി. ഡെയിലി കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. മോസ് ആയതുകൊണ്ട്
അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നും കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ ചെയ്തു വെച്ച വേറൊരു ടെറാറിയമാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. ഇനിയും ഒരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.